സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. തലമുറയായവൻ നമുക്ക് നല്ലൊരു സങ്കേതമാ. പലമുറ നാം പാടിയിടുക പരമേനു സങ്കീർത്തനം. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകി ഭൂമിയിൽ നിറവീൻ എന്നുള്ള ഒരു വചനത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർമ്മിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഹോവയായ ദൈവം മനുഷ്യവർഗത്തിന് കൊടുത്ത അനുഗ്രഹമാണ് മുകളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭൂമിയിൽ പുല്ലും വിത്തുള്ള സസ്യങ്ങളും അതത് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ കൽപ്പനയിലുള്ളവായി. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പും ഇതേ ആശയമായിരുന്നു പെരുകണമെന്നുള്ളത്. അതിനാലാണല്ലോ സസ്യങ്ങൾക്കും വിത്തുകൾക്കും വൃക്ഷങ്ങൾക്കൊക്കെ അതത് തരം ഫലം ഉണ്ടാകുവാനൊക്കെ ദൈവം പദ്ധതി ഒരുക്കിയത്. ലോകാരംഭം മുതൽ ഇന്നുവരെയും ഇവയൊക്കെയും ദൈവത്തിൻ്റെ ആജ്ഞയെ നിരസിക്കാതെ ഇരിക്കുന്നു. ദൈവം എത്ര ക്രമമായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഉദാഹരണമായി നോക്കിയാൽ, തെങ്ങിൽ നിന്ന് ഒരു തേങ്ങ ലഭിച്ചാൽ അതിൻ്റെ പുറന്തോട് നീക്കിയിട്ട് തേങ്ങ പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേകത കാണുവാൻ സാധിക്കും. തേങ്ങയ്ക്ക് 3 കണ്ണുണ്ടല്ലോ, എന്നാൽ അതിൽ ഒരു കണ്ണിന് താഴെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ചെറിയൊരു മുകുളം കാണാം. സൃഷ്ടവാൻ ദൈവം പറഞ്ഞ വിഷയമാണ് അതത് തരം ഫലം കായ്ക്കണമെന്ന്. ഈ മുകുളം എന്താണ്? മറ്റൊരു തെങ്ങുണ്ടാകുവാൻ ദൈവം മൈക്രോചിപ്പ് പോലെ തേങ്ങയ്ക്കുള്ളിൽ മറ്റൊരു തെങ്ങ് ക്രമപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ വേര്, തടി, ഇലകൾ മാത്രമല്ല, അടുത്ത ഒരു തെങ്ങ് ഉണ്ടാകുവാൻ വേണ്ടത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുത്! ഇങ്ങനെ സകല സൃഷ്ടിക്കും വർദ്ധിച്ചു വരുവാനുള്ള കൽപ്പന ലഭിച്ചപ്പോൾ മനുഷ്യന് ദൈവം ഒരു അനുഗ്രഹമായി കൊടുത്തതാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. ഇതുപോലെ ഒരു അനുഗ്രഹം ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ആദമും ഹവ്വായും മാത്രം ശേഷിക്കുമായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം മനുഷ്യന് തക്ക തുണയായ സ്ത്രീയെ സൃഷ്ടിച്ച് നൽകിയത്. മനുഷ്യൻ പാപം ചെയ്തും അനുസരണക്കേട് കാണിച്ചുവെങ്കിലും ഈ അനുഗ്രഹത്തെ ദൈവം മടക്കിയെടുത്തില്ല. സ്ത്രീക്ക് കൊടുത്ത ശിക്ഷയിൽ നീ വേദനയോട് മക്കളെ പ്രസവിക്കും എന്നുള്ള ശിക്ഷാക്രമമാണ് ദൈവം നടപ്പിൽ വരുത്തിയത്. പഴയ തലമുറകളെ ശ്രദ്ധിച്ചാൽ അവർക്ക് ധാരാളം സന്തതികൾ ഉണ്ടായിരുന്നതായി കാണാം. സങ്കീർത്തനം 127 മക്കളെ യഹോവ നൽകുന്ന അവകാശം ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദന്മാരുടെ ഇടയിൽ മക്കളില്ലാത്തവരെ സമൂഹത്തിൽ നിന്ദയായി കരുതിയിരുന്നു. ഈ വിഷയത്തിലേക്ക് വരട്ടെ. ദൈവം മനുഷ്യന് കൊടുത്ത അനുഗ്രഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ സാത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ വർദ്ധിച്ചു പെരുകാതിരിക്കുന്നതിന് ഫറവോൻ്റെ ചിന്താമണ്ഡലത്തിലേക്ക് സാത്താൻ രംഗപ്രവേശനം ചെയ്തു. പുരുഷപ്രജയെല്ലാം കൊല്ലുവാനുള്ള കൽപ്പന കൊടുത്തു. എന്നാൽ മോശയുടെ ജനനത്തോട് രാജകൽപ്പനയെ അവഗണിച്ച് മോശയെ രക്ഷിച്ചു. അങ്ങനെ മോശ മൂലം ജനത്തെ വിടുവിച്ച് രക്ഷിച്ചു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം നടപ്പിൽ വരാതിരിപ്പാൻ സാത്താൻ ഹേരോദാവിൻ്റെ ഹൃദയത്തിൽ ദുരാലോചന കൊടുത്തു. എങ്കിലും യേശുവിനെ ദൈവം വിടുവിച്ചു. ഈ നാളുകളായി ഈ സാത്താൻ യുവതലമുറയിലേക്ക് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യന് കൊടുത്ത അനുഗ്രഹം ഈ നാളുകളിൽ നിവൃത്തിയാകാതെ ഇരിക്കുവാൻ ഒരു കാലയളവിൽ സാത്താൻ രാജ്യത്തിൻ്റെ ഭരണാധികാരികളിൽ ആലോചന കൊടുത്തു. തലമുറകൾ പെരുകാതെ ഇരിക്കുവാനുള്ള സൂത്രം കണ്ടെത്തി കൊടുത്തു. ചൈനയിൽ 1, ഇന്ത്യയിൽ 2, മറ്റു രാജ്യങ്ങളിലും ഇതേ നിലവാരത്തിലേക്ക് മാറ്റപ്പെട്ടു. കുറെ കൂടി കഴിഞ്ഞപ്പോൾ യൗവനക്കാരിൽ നല്ല ഒരു ശതമാനത്തിനുള്ളിൽ സാത്താൻ മന്ത്രിച്ചു, നീ വിവാഹം കഴിക്കേണ്ട. ലോകത്തിൻ്റെ ഏത് കോണിൽ നോക്കിയാലും പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ നെറുവിടുകയാണ്. മക്കളെ എത്ര നിർബന്ധിച്ചിട്ടും അവർക്ക് വിവാഹം വേണ്ട.
ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. ഇതിന് കാരണമായി ആശയം കൊണ്ടുവന്നിരിക്കുന്നത് ഒറ്റയ്ക്കാകുമ്പോൾ ആരുടെയും വാക്ക് കേൾക്കണ്ട, ആർക്കും കീഴ്പ്പെടേണ്ട കാര്യമില്ല, സ്വതന്ത്രമായി ജീവിക്കാം. വിവാഹിതരായിട്ടുള്ള പല യൗവനക്കാർക്കും മക്കൾ വേണ്ട എന്ന് ശഠിച്ചു നിൽക്കുന്നവരുമുണ്ട്. 40-45 വയസ്സ് വരെ വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിതം നയിക്കുന്ന മലയാളി സമൂഹം കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ആണായാലും പെണ്ണായാലും വിവാഹപ്രായം എത്തുമ്പോഴേക്കും അവർക്ക് നല്ല തുണകളെ കിട്ടുവാൻ മാതാപിതാക്കൾ സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കണം. ഈ കാലങ്ങളിൽ പല യൗവനക്കാർക്കും തക്ക തുണയ്ക്ക് പകരം ഇണകളെ കണ്ടെത്തുന്നുണ്ട്. അത് പിന്നീട് കെണിയായി മാറും. മാതാപിതാക്കളിൽ നിന്നകന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ പെൺകുട്ടികൾ ഒന്നിച്ചും ആൺകുട്ടികൾ ഒന്നിച്ചും താമസിക്കുന്നതിൻ്റെ പരിണത ഫലമാണ് പലപ്പോഴും സ്വവർഗ വിവാഹങ്ങൾക്ക് പ്രേരിപ്പിക്കപ്പെടുന്നത് മറ്റും. ഒരു സമൂഹം തലമുറകൾ അങ്ങനെ പോകുമ്പോൾ ഒരു സമൂഹം വിവാഹം വേണ്ട എന്ന് ന്യായമായി മാതാപിതാക്കൾ തീരാ ദുഃഖത്തിലേക്ക് വഴിതെളിക്കുന്നു. പ്രിയ ദൈവജനമേ, നാം ഓർക്കണം, ഈ ദൈവം അനുഗ്രഹം നൽകിയതിനെ സാത്താൻ അതില്ലായ്മ ചെയ്യുവാൻ നോക്കുമ്പോൾ സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക വഴിയിൽ ദൈവിക അനുഗ്രഹങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ വ്യാപരിപ്പാൻ നോക്കണം. ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവ് ഈ വചനത്താൽ നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.